ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുപക്ഷെ ഇന്ന് എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഇത് തന്നെയാണ്. ലോകം നേടിയെടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും, അല്ലെ? ഈ ലോകത്തില് എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വേണം, നല്ല സമ്പത്ത് നേടിയെടുക്കണം, നല്ലൊരു ജോലി വേണം, നല്ല കാറ് വാങ്ങണം, നല്ലൊരു ഭവനം പണിയണം, ഈ ഭൂമിയില് ഏറ്റവും ആർഭാടത്തോടുകൂടി, സുഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കണം. പലപ്പോഴും ഈ ഒരൊറ്റ ചിന്തയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്കും, അല്ലെ? ഈ ലോക സുഖങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എന്നാൽ എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇതൊക്കെ നേടിയെടുത്തിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാല് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നീ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തില് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ ഇവയൊക്കെ നേടിക്കോ, ഇനി ഒന്നും നേടണ്ട എന്ന് ഈശോ പറയുന്നില്ല. പക്ഷെ നീ ചിന്തിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് കേട്ടോ. ഈ ലോക ജീവിതത്തിന് അപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്. പലപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയില്, നശ്വരമായ ഈ ഭൂമിയില് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്തയില് ആരെ വേദനിപ്പിച്ചിട്ടാണേലും ആരെ പറ്റിച്ചിട്ടാണേലും എല്ലാം നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതം നശ്വരമാണ്. കുന്നുകൂട്ടി വെച്ചേക്കുന്നതൊന്നും ഒരിക്കലും നിനക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അനശ്വരമായ ഒരു ജീവിതമുണ്ട് നിനക്ക്. അവിടേക്ക് സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അവിടെ ദൈവത്തിന്റെ ഒപ്പം നിനക്കിരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്യാനായിട്ട് നീ തയ്യാറാവണം. നിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ട്, ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യണം. വിശുദ്ധ കുർബാന അർപ്പണം, കൂദാശകളുടെ സ്വീകരണം, ഇവയൊക്കെ എൻ്റെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാ. പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒന്നും ചെയ്യുന്നില്ല. ഭൗതികമായ വളർച്ചയ്ക്കും സുഖങ്ങൾക്കും വേണ്ടത് മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറിയ ഇവയെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മാവിന് ജീവനില്ലാത്ത അവസ്ഥയായിട്ട് മാറും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് പരിപോഷിപ്പിക്കാം. ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ നേടിയെടുക്കാനായിട്ട്, അനശ്വരമായ ജീവിതത്തിന് വേണ്ടി സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.